സെല്ലുലോയിഡിയ പ്രസൻസ് അഗ്നിശലഭം. നാടകരചന ആശാമോൻ കൊടുങ്ങല്ലൂർ. സംവിധാനം ഹരീഷ് മേനോൻ. ജ്വലിക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെ പ്രണയത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും കനൽ സാഗരത്തിൽ അവൾ എരിഞ്ഞടങ്ങിയത് മലയാളിയുടെ ഭൂതകാലങ്ങളിലെ പ്രകേളിയായി ഇന്നും നിലനിൽക്കുന്നു. 30കളിൽ അടുക്കളയുടെ കൈവരികൾ തകർത്തെറിഞ്ഞ് അരങ്ങിൽ അഗ്നിയായി ജ്വലിച്ചവൾ ഇന്നുകളിലെ പുരുഷതയുടെ കൈവിരലുകൾക്കിടയിൽ ഞെരിഞ്ഞവരുന്ന അപഹാസ്യതയുടെ നേർക്കാഴ്ചകൾക്കിടയിൽ നാഗപ്പാലകൾ പൂത്ത കറുത്ത പക്ഷങ്ങളിൽ ഒടുങ്ങാത്ത സർപ്പകാമങ്ങൾക്ക് നടുവിൽ ഉറയൂരിയ മണിനാഗം പോലെ ഒരു കന്യക. താത്രിക്കുട്ടി. അതിരാവിലെ കടത്തുകാരുണ്ടാവുമെന്ന് നാം ഒന്ന് ശങ്കിച്ചു. എന്തായാലും അതുണ്ടായില്ല. കറുത്തേടത്ത് ഊത്തുകുളി ഈ തിരുമറ്റക്കോട് കടവിന്നല്ലേ? അതെ, നമ്മെ അറിയണം തോന്നല്ലോ. അറിയോന്നോ? എന്തായി കേക്കണേ? ഇത്ര പാണ്ഡിത്തുള്ള ആരെങ്കിലും ഈ കരയിലുണ്ടോ? കറുത്തേടത്ത് തിരുമേനി അറിയോന്നോ? നല്ല കഥ. ലേശം നേരം വൈകിയിരിക്കണോ? ആയിക്കോട്ടെ. അല്ല തിരുമേനി, കൽപ്പകശ്ശേരി ഇല്ലത്തെ വിശേഷം അറിഞ്ഞോ? എന്താ? കൽപ്പകശ്ശേരി പെറ്റു. പെൺകുട്ടിയാ. പെറ്റോ? കറുപ്പേടെന്തിനെ ഞെട്ടിയെ? മന്ത്രം മുഴിപ്പിക്കാതെ കറുപ്പടം കടവിൽ നിന്ന് കയറുന്നോ? എപ്പോഴാ പെറ്റേ? അതിപ്പോ ഒരു നാഴികയാകും. ഗൗളി ചലച്ചു, അതും നിര്യാതി കോണിൽ നിന്ന്. അശുഭ ലക്ഷണം. കറുപ്പേടം തെളിച്ചു പറയാ. ലഗ്നൻ കുജക്ഷേത്രങ്ങളായ മേടവൃക്ഷങ്ങളിൽ കുജത്രിംശാ ശതകത്തിൽ നിൽക്കുന്നു. അതുകൊണ്ടെന്താ ഉണ്ടാകുക? അതുകൊണ്ട് എന്താ? കന്യകയായി തന്നെ ദുഷിക്കും. മനസ്സിലാവുന്നില്ലല്ലോ. എന്ത് മനസ്സിലാക്കാൻ? അടുക്കള ദോഷം ഉണ്ടാവും, വംശം മുടിയും. ഓ, കലികാലം കലികാലം. ദർഭമോദരം നടുവിലേക്കിടുക. അരിയും വെള്ളും കൊടുത്ത് തൊട്ടടുത്തിരിക്കുന്ന ആ കിണ്ടുവാലില് കൈ നനച്ച് പിണ്ടത്തിന് വെള്ളത്തിലിടുക. അധികം താമസിയാതെ എനിക്ക് പിന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കപ്പെടും. അതെ, താത്രിക്കുട്ടി മരിക്കുകയാണ്. ഞാൻ ഈ 5-ാം പുരയിൽ നിന്ന് കാണുന്നുണ്ട്. ഇരിക്കപ്പിണ്ട മുരുട്ടി കാക്കകൾക്ക് കൊടുത്ത് അവരെന്നെ മരിച്ചവരുടെ കൂട്ടത്തിലാക്കുന്നു. സ്വപ്നങ്ങളുടെ ചുടലപ്പറമ്പിൽ അവസാനത്തെ ജീവാണുവും കത്തിപ്പോകുമ്പോഴും ആ നിമിഷത്തെ വരവേൽക്കാൻ ഞാനിതാ തയ്യാറെടുത്തിരിക്കുന്നു. പൂർവനിശ്ചിതമായ ജന്മനിയോഗം ഏറ്റെടുക്കാനായി ഞാൻ സ്വയം എടുത്തെളിഞ്ഞ വേഷമാണിത്. ഇല്ല, ഒരു നിശ്വാസവും എന്നിൽ നിന്ന് ഉയരുന്നില്ല. പൊള്ളയായ അപഹാസ്യമായ ആചാരങ്ങൾക്ക് നേരെ സ്വശരീരം കൊണ്ട് യുദ്ധം ചെയ്ത് വിജയം വരിച്ച ചാരിതാർത്ഥ്യവുമായി ഞാൻ വീണ്ടും കുറിയെടുത്ത താത്രിയായി തന്നെ ജീവിക്കും. കൽപ്പകശ്ശേരി ഇല്ലത്ത് മരിച്ച താത്രിക്ക് ഇനി തെരുവിലൊരു പുനർജന്മമുണ്ട്. അതിനു മുൻപേ എനിക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഞാനൊന്ന് പെയ്തൊഴിയട്ടെ. മനസ്സിൽ ഉരുണ്ടുകൂടിയ കറുത്ത മേഘങ്ങളെ
എനിക്ക് മഴയായി പെയ്തിറക്കണം. കൽപ്പകശ്ശേരി കാവിന്റെ ഓരത്ത് പാലപ്പൂവിന്റെ ഗന്ധമാസ്വദിച്ച് നിന്ന കാലം. കരിയിലകൾ മൂടി ഇരുൾ നടക്കാവിൽ ഒരു പൂവായി വിരിഞ്ഞു നിന്ന കാലം. അപ്പോൾ അവൻ വന്നു. ഞാൻ അവന്റെ കൈ പിടിച്ചു. കുളത്തിലേക്ക് നോക്കി. അവിടെ എന്താ സാവിത്രി? ഞാനൊന്നും കാണില്ലല്ലോ. സൂക്ഷിച്ചു നോക്ക്, നിറയെ അമ്പൽപ്പൂവല്ലേ അവിടെ. എന്താ സാവിത്രി, നിനക്ക് ഈ അമ്പൽപ്പൂ കണ്ടിട്ട് കൊതി മാറിയില്ലേ? എന്താന്ന് അറിയില്ല, എനിക്ക് ഈ അമ്പൽപ്പൂ വലിയ ഇഷ്ടാ. ഇന്ന് ഈ അമ്പൽപ്പൂ എനിക്കല്ലോ, പിന്നെ ആർക്കാ? എന്റെ ഉണ്ണിമാവയ്ക്ക്. നിന്റെ ഉണ്ണിവാവ കുഞ്ഞല്ലേ, ഇത്തിരി ദിവസമല്ലേ ആയിട്ടുള്ളൂ. എന്റെ വിരലിലും പിടിക്കുമല്ലോ, അതുപോലെ ആമ്പൽത്തണ്ടിലും പിടിക്കും. വാ, സാവിത്രിയുടെ പട്ടുപാവാടയിൽ ചെളി പറ്റൂലേ? അത് സാരില്ല, വാ. താത്രി സൂക്ഷിച്ചേ, ദേ വെള്ളം. ദേ താത്രിക്കുട്ടിയുടെ അച്ഛൻ വിളിക്കണു. ദാ വരണു, ഞാൻ പോവാണ് കേട്ടോ. താത്രിക്കുട്ടി എവിടെയാ പോയേ? ഇതെന്താ കയ്യില്? അമ്പൽപ്പൂവ് ഉണ്ണിമാവയ്ക്ക. അതുറങ്ങ, ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ദാ ഇവിടെ ഇരിക്ക. ഇന്നലെ ചെമ്മന്തട്ട ശിവക്ഷേത്രത്തിൽ കാവുങ്ങൽ ശങ്കരപ്പണിക്കരുടെ കീചകൻ. ഹായ്, എന്താ വേഷം? താത്രിക്കുട്ടി ഇങ്ങോട്ട് ചേർന്നിരുന്നോളൂ. കീചകന്റെ അലർച്ചയുണ്ടല്ലോ എൻ്റെ താത്രി. താടി വേഷം, അത് കാവുങ്ങലിനെ പറ്റൂ. ആ തന്മയത്വം, കീചകോദം കഥ അറിയോ താത്രിക്കുട്ടിക്ക്? എനിക്കറിയില്ല. ഞാൻ പറയാം എൻ്റെ താത്രിക്കുട്ടി, ഇങ്ങോട്ട് ചേർന്നിരുന്നോളൂ. പാഞ്ചാലി ഉദ്യാനത്തിൽ പുഷ്പങ്ങൾ പറിച്ചങ്ങനെ നടക്കണു. അപ്പോ അതിലേ വന്ന കീചകൻ വിരാട രാജ്യത്തെ പുതിയ സുന്ദരിയായ പാഞ്ചാലി അങ്ങോട്ട് ശ്രദ്ധിക്കണു. ഒറ്റ നോട്ടത്തിൽ തന്നെ പാഞ്ചാലിയെ കീചകനങ്ങ് പിടിച്ചു. കേൾക്കുക, അവിടെ ഇരിക്കുക. അങ്ങേരുമല്ലേ പാഞ്ചാലിയെ സമീപിക്കുന്നു. നല്ല വാക്കുകൾ പറഞ്ഞു നോക്കണുണ്ട് കേട്ടോ. അവിടെ ഇരിക്കൂട്ടി, ഇരിക്ക. പാഞ്ചാലി ആദ്യം എനിക്ക് ഭർത്താവും ഉണ്ട്, എന്നെ ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും കീചകൻ പിന്നോട്ട് പോകുന്നില്ല. ബാല്യത്തിൻ്റെ ആ ദിവസങ്ങളിൽ ആദ്യമായി ആദിപാപത്തിൻ്റെ സർപ്പദംശനമേറ്റ് സ്വപ്നങ്ങളുടെ ആമ്പൽപ്പൂവുകൾ ഇതളറ്റ് കരിഞ്ഞു വീണു. ദുരിതപർവങ്ങൾ സ്വശരീരം കൊണ്ടെഴുതിയ സാവിത്രിയിൽ നിന്ന് കുറേയടുത്ത താത്രിയിലേക്ക് ഒരു കൂടുമാറ്റം. എന്നിട്ടും ഇരുട്ടിൻ്റെ മറപറ്റി എന്നിലേക്ക് ഇഴഞ്ഞു വന്ന നീണ്ട നഖങ്ങളുള്ള കൈകൾ, ഉറക്കം കെടുത്തിയ പുരുഷ ശബ്ദങ്ങൾ, കൂർത്ത പല്ലുകളിലെ രുദ്രം മണക്കുന്ന പൊട്ടിച്ചിരി. അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹങ്ങളിൽ കുടികൊള്ളുന്ന കാലപുരുഷ ശക്തികളും എന്നെ തോൽപ്പിച്ചു. ഇല്ല, എനിക്കും ജയിക്കണം. അതേ പുരുഷത്വത്തിന്റെ കാൽക്കീഴിൽ നിന്ന് ഒരു വൻമരമായി എനിക്കും വളരണം. മാനം മുട്ടെ വളർന്ന ഒരു മരം, അതിന് 64 ശിഖരങ്ങൾ. 64 ശിഖരത്തിലും കുലമഹിമയിൽ ഊറ്റം കൊണ്ട് 1000 താത്രിമാരിൽ കുളക്കരയിലും അഗ്രശാലയിലും അമ്പലക്കെട്ടിലും വെച്ച് പുരുഷാഢ്യന്മാരുടെ ജന്മാന്തര സത്ഫലത്തെ അടിച്ചേൽപ്പിച്ചവർ തൂങ്ങിയാടും.
കപട സദാചാരത്തിന്റെ സ്മൃതി നിയമങ്ങളെ ഞാനിതാ കുറിയെടുത്തു താത്രി സ്വന്തം ശരീരമായുധമാക്കി വെല്ലുവിളിക്കുന്നു. രാത്രി ആരായി രാത്രി? കഥക്ക് തുറക്കുക. ആരായാലും രാവിലെ വരൂ. ഈ പാതിരാത്രിയിൽ മഴയിൽ എനിക്ക് ആരെയും കാണണ്ട. രാത്രി ഞാൻ നിന്റെ അച്ഛനാ. അച്ഛൻ? എന്തിനാ ഈ പാതിരാത്രിയിൽ? മോളെ, നമ്മൾ അച്ഛനും മകളുമാണോ? അല്ലേ? അല്ല. മോളെ, അർത്ഥമറിയാതെ അച്ഛനെന്ന് വിളിച്ചു പോയതിന് എനിക്ക് എന്നോട് തന്നെ പുച്ഛമാണ്. എൻ്റെ കുട്ടി, എനിക്ക് തെറ്റ് പറ്റി, ശരിയാ. അതിന് ഞാൻ എന്ത് പ്രായശ്ചിത്തപ്പ ചെയ്യണ്ടേ? അങ്ങ് മരിച്ചാലോ എന്ന് കരുതി ഇല്ലത്തെ കാവിൻ്റെ പുറകില് മാവിൻ്റെ അടുത്ത് പോയി. പറ്റണില്ല കുട്ടി. അകത്തുള്ളവരോട് നാം എപ്പോഴും പറയായിരുന്നു, നാം മരിച്ചു കഴിയുമ്പോൾ ആ മാവ് വെട്ടി നമ്മ ശവദാഹം നടത്തണമെന്ന്. എന്നിട്ട് പതി തന്നെ വയ്യാണ്ടായിരിക്കണു. ഇല്ല, അങ്ങനെ മരണത്തിലേക്ക് നിങ്ങൾ രക്ഷപ്പെട്ടുകൂടാ. നിങ്ങൾ മാത്രമല്ല, ആരും ജീവിച്ചുകൊണ്ട് ദഹിക്കണം. പച്ചമാംസത്തിൽ അഗ്നി പടരുമ്പോൾ പ്രാണരക്ഷാർത്ഥം അലറിക്കറിഞ്ഞുകൊണ്ട് ഓടുന്നത് എനിക്ക് കാണണം. ലോകം മുഴുവൻ കേൾക്കെ ഞാനൊന്ന് പൊട്ടിച്ചിരിക്കും. ദേവിയെ, അടിയൻ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുക. പറ്റുമെങ്കിൽ നമ്മെ ഒരു ഭ്രാന്തനാക്കി തരിക. കരച്ചിൽ കണ്ട് എൻ്റെ മനമുരുകുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വേണ്ട. ഒന്ന് കരയാൻ പോലും ആകാതെ ഞാൻ വെന്തുരുകിയിട്ടുണ്ട്. അന്നെനിക്ക് പലതും അറിയില്ലായിരുന്നു. അറിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ചതിയുടെ പടുക്കുഴിയിലേക്ക് ഞാൻ വീണു കഴിഞ്ഞിരുന്നു. കപട സദാചാരത്തിൻ്റെ നിലയില്ലാ കയത്തിൽ ഞാൻ ആണ്ടുപോകുമെന്നുറപ്പായപ്പോൾ എനിക്കും ചിലത് തീരുമാനിക്കേണ്ടി വന്നു. എനിക്കൊരു തെറ്റു പറ്റി. അതിന് ഒരു തെറ്റോ? പിന്നെ എന്നെ കൊണ്ടത് പറയിക്കണോ? കുട്ടി എന്തായി പറഞ്ഞു വരുന്നേ? ദേശമംഗലം നമ്പൂരിയുടെ കയ്യിൽ നിന്ന് കല്ലുവെച്ച മോതിരം കൊണ്ടുവന്ന് നിർബന്ധപൂർവം എൻ്റെ വിരലിലിട്ടത് ഓർമ്മയുണ്ടോ? അന്നതത്ര തെറ്റായി തോന്നിയില്ല കുട്ടിയെ. കുട്ടിക്കൊരു മോതിരം വാങ്ങിക്കാൻ എനിക്ക് പറ്റാത്തോണ്ട് പലരുടെയും കയ്യിൽ നിന്ന് പണവും സ്വർണവും വാങ്ങിയതിന് പകരം വേണ്ട, എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കാൻ നിൽക്കണ്ട. ഈ രാത്രിയിലെ വരവിന്റെ കാര്യം പറ. ആറങ്ങാട്ട് ക്ഷേത്രത്തിൽ എനിക്ക് പൂജ ചെയ്യാൻ പറ്റണില്ല. അതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എനിക്ക് ദേവിയുടെ മുഖത്ത് നോക്കാൻ പറ്റണില്ല. എന്തോ ഞാൻ ഇതുവരെ കണ്ട ദേവിയല്ലത്. ചില നേരത്ത് ദേവി എന്നെ സൂക്ഷിച്ചു നോക്കണ പോലെ എനിക്കത് ഇറങ്ങി വരണ പോലെ തോന്നുക. എനിക്ക് ഭ്രാന്ത് പിടിക്കണ പോലെ തോന്നുക കുട്ടിയെ. ക്ഷതാതിഥി ക്ഷേത്ര എന്ന് പുരാണങ്ങളിൽ പറയുന്നത് വെറുതെ അല്ല. ക്ഷേത്രം ശരീരമാണെന്നും അതിലുൾക്കൊള്ളുന്ന ആത്മാവാണ് ക്ഷേത്രജ്ഞനെന്നും അർത്ഥം. ആത്മാവില്ലാത്ത വെറും ജഡമാണ് തനിക്ക് പൂജ ചെയ്യുന്നതെന്ന് ദേവിക്ക് തോന്നിക്കാണും. ഞാനിപ്പോൾ എന്താ വേണ്ടത്? നീയെ അടുക്കള ദോഷമുണ്ടെന്ന് തിരുമനസിനെ അറിയിച്ചെന്ന് അറിഞ്ഞു. ശരിയാണ്. എന്തിനാ അത്? ആരും അറിയാത്തൊരു കാര്യം നീയായിട്ട് എന്തിനാ അറിയിക്കണേ?
സ്മാർത്ത വിചാരം നിനക്കറിയോ? അതൊരു കൊടുങ്കാറ്റാ. അതിൽപ്പെട്ടവരൊന്നും പിന്നെ മനുഷ്യനായി ജീവിച്ചിട്ടില്ല. സ്മൃതി നിയമങ്ങൾ എന്നെ ആരും പഠിപ്പിക്കണ്ട. അപ്പോ നീയേ അറിഞ്ഞോണ്ടാണോ? അറിഞ്ഞുകൊണ്ട് തന്നെ. രാത്രി കൽപ്പകശ്ശേരി ഇല്ലത്തിന്റെ മാനം നീ കളയരുത്. കൽപ്പകശ്ശേരി മനയിൽ വെച്ച് ഈ സാവിത്രിയുടെ മാനം നിങ്ങൾ എന്തേ കാണാതെ പോയി? തെറ്റുപറ്റി കുട്ടിയെ, അച്ഛൻ നിന്റെ കാല് പിടിക്കാം. ആറങ്ങാട്ട് കാർത്യായനി ദേവിയോട് പ്രാർത്ഥിച്ചോളൂ. എന്റെ മനം മാറ്റാനല്ല, കപട സദാചാരത്തിന്റെ സ്മൃതിക്കോട്ടകൾ തകർന്ന് ഭ്രഷ്ടന്റെ നികൃഷ്ട ജീവിതത്തിലേക്ക് വലിച്ചെറിയപ്പെടാതിരിക്കാൻ, മരിച്ചവരുടെ കൂട്ടത്തിലേക്ക് ബലിക്കാക്കകളാൽ ആനയിക്കപ്പെടാതിരിക്കാൻ. എന്റെ ആറങ്ങാട്ട് ഭഗവതി. അല്ല, ഞാൻ ദേവി, ആറങ്ങാട്ട് കാർത്യായനി. വിശ്വാസമില്ല അല്ലേ? വിശ്വസിപ്പിക്കാം. ഒരു കൈയിൽ അഭയമുദ്രയും മറുകൈയിൽ വരദമുദ്രയുമായി ഞാൻ കാത്തിരിക്കും. ഉഷപൂജയിൽ എന്നെ ഉടച്ചു വാർക്കാൻ, മറ്റൊരു ജന്മമായി പുനർജനിക്കാൻ. അറിയില്ല ആർക്കും എന്നെ. രക്തബന്ധങ്ങളെ പോലും ഞാൻ ഭയപ്പെട്ടിരുന്നു. അച്ഛൻ, സഹോദരൻ, ഭർത്തൃ സഹോദരൻ. സ്മാർത്തിനോട് ഓരോ പേര് വിളിച്ചു പറയുമ്പോഴും എനിക്കറിയാമായിരുന്നു സ്വന്തം പ്രാണനിൽ നിന്നാണ് ഞാൻ ആയുധങ്ങൾ വലിച്ചൂരുന്നതെന്നും അവസാനം അതെന്നെ തന്നെ നശിപ്പിക്കുമെന്നും. പോയിക്കോളൂ. അടയാളങ്ങൾ സഹിതം സ്മാർത്തിന് ചൂണ്ടിക്കാട്ടിയത് 64 പേരെ. എന്നിട്ടും ഒരാളെ ഞാൻ ഒഴിവാക്കി. അന്നവൻ വന്നില്ല. കൽപ്പകശ്ശേരിയിൽ പാലപ്പൂവിൻ്റെ ഉന്മാദഗന്ധത്തിൽ കുളിച്ചു നിൽക്കുമ്പോൾ അവൻ വന്നതും എൻ്റെ കൈവിരലിൽ തൊട്ടതും പിന്നീട് ഒരിക്കൽ ഒരു രാത്രിയിൽ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ അടർന്നു വീണു. പാലപ്പൂവിൻ്റെ മാസ്മരിക ഗന്ധത്തിൽ അവൻ ഗന്ധർവനായി എന്നിലേക്ക് ഒഴുകി. അവൻ എന്നെ ഏതോ ഗാന്ധർവ പ്രണയത്തിൻ്റെ നടക്കാവുകളിലേക്ക് ഉപനയിച്ചു. നിലത്ത് തിളങ്ങിക്കിടന്ന നക്ഷത്രങ്ങളിൽ ഒന്നെടുത്ത് അവൻ മോതിരമാക്കി എൻ്റെ വിരലിൽ അണിയിച്ചു. കളങ്കരഹിതമായ എൻ്റെ ആത്മശുദ്ധി അവൻ സ്വീകരിക്കുമെന്ന് ഞാൻ മോഹിച്ചു. പക്ഷേ അവനും എന്നെ ചതിച്ചു. എന്നിട്ടും എനിക്കവൻ്റെ പേര് പറയാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ അപ്പോഴൊക്കെ വെറും ഒരു പെണ്ണായിപ്പോയി. തിരസ്കൃത ജീവിതത്തിൻ്റെ അനാഥരദ്യയിൽ രഥയാത്രയ്ക്കായി ഒരു പ്രണയവും എന്നെ കാത്തു നിന്നില്ല. ശാങ്കരസ്മൃതി അനുസരിച്ച് 5-ാം പുരക്കാരിക്ക് അടുക്കള ദോഷം സംഭവിച്ചുവെന്ന് അവൾ തന്നെ തിരുമനസ്സിനെ അറിയിച്ചതിനാൽ തിരുമനസ് സ്മാർത്തനെയും 4 മീമാംസകരെയും അകക്കോവിലിനെയും കൂട്ടി വിചാരണ നിശ്ചയിച്ച പ്രകാരം 5-ാം പുരക്കാരി 64 പേരുടെ പേര് വിവരം ഇവിടെ തന്നിരിക്കുന്നു. അടയാള സഹിതം അതെല്ലാം ശരിയാണെന്ന് നമുക്ക് ബോധ്യായ സ്ഥിതിക്ക് നോം സ്വരൂപം ചൊല്ലുകയാണ്.
അഞ്ചാംപുരക്കാരി അത്ര മോശമല്ലെന്ന് വെച്ചാ വിലോചന സേവകാംഗ സൗഷ്ഠവും കഥകളിയിൽ അതിയായ വാസനയും ഉണ്ടെന്ന് കൂട്ടിക്കൊള്ള. സ്മൃതി നിയമങ്ങൾ വേദവേദാന്തങ്ങളൊക്കെ അഞ്ചാംപുരക്കാരിക്ക് അറിയാം. ഒരു പ്രാവശ്യം മനുസ്മൃതിയും ശാങ്കരസ്മൃതിയും തമ്മിൽ നമുക്കൊന്ന് മാറിപ്പോയി. എന്നാൽ അവൾ തിരുത്തി തന്നിരിക്കുന്നു. അപ്പോൾ തന്നെ അറിയാലോ ആള് കേമിയാണെന്ന്. 64 പേരുടെ വിവരങ്ങൾ കുട്ടിപ്പട്ടർ വായിക്കും. എന്തായാലും തിരുമനസിന്റെ അഭിഷ്ടപ്രകാരം ആ 64 പേർക്കും അഞ്ചാംപുരക്കാരിക്കും ഭ്രഷ്ട വിധിക്കുന്നു. അതാരാ അത്? അഞ്ചാംപുരക്കാരുടെ അച്ഛൻ. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഉഷപൂജ ചെയ്യായിരുന്നു. ആറങ്ങാട്ടുകര ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹം ഉടഞ്ഞു. ആറങ്ങാട്ട് ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹം ഉടഞ്ഞത് തമ്പുരാക്കന്മാർ അറിയാൻ വൈകിപ്പോയി. എന്നോ ഉടഞ്ഞു പോയ വിഗ്രഹമായിരുന്നു ഞാൻ. സർവദോഷങ്ങളുടെയും പേടകമായ നാരി നരകാഗ്നിയിൽ ഇന്ധനമാണെന്ന് ഉദ്ഘോഷിക്കുകയും ദേവദാസികൾക്ക് ആദ്യപ്പേരുകൾ ചാർത്തി ആദരിച്ചനുഭവിക്കുകയും ചെയ്യുന്ന അഷ്ടഗ്രഹത്തിൽ ആഢ്യന്മാരുടെ കപട സദാചാരബോധം ഞാൻ ഈ കുറിയാടത്തു താത്രി ഇതാ എറിഞ്ഞുടയ്ക്കുന്നു. വേദഘോഷങ്ങളും പർണശാലകളും പുരുഷാധികാരത്തിന്റെ ബലിഷ്ഠതയിൽ കൈയടക്കി അബലയെന്ന് സൗകര്യപൂർവ്വം ഓമന പേരിട്ട് വിളിച്ചവൾ സ്വയം എരിഞ്ഞടങ്ങുമെന്ന് വ്യാമോഹിച്ചെങ്കിൽ ഓർത്തോ, ഞാൻ സ്വയം ഉടഞ്ഞതാണ്. 80 വയസ്സായ വൃദ്ധയ്ക്കും 5 വയസ്സുകാരിയായ കുട്ടിക്കും ശരീരം മാത്രമല്ല മനുഷ്യന്റെ മനസ്സുമുണ്ടെന്ന് പുരുഷകാമനെ ഓർമ്മപ്പെടുത്തുന്ന നാളത്തെ 1000 താത്രിമാരെ സ്വയം നിർമ്മിക്കാൻ. സെല്ലുലോയിഡിയ പ്രസൻസ് അഗ്നിശലഭം. നാടകരചന ആശാമോൻ കൊടുങ്ങല്ലൂർ. സംവിധാനം ഹരീഷ് മേനോൻ. ശബ്ദമിശ്രണം കപിൽ രഞ്ജിത്ത് അമ്പാൻ. സ്റ്റുഡിയോ സ്പാക് സ്റ്റുഡിയോസ് ബഹ്റൈൻ. ശബ്ദം നൽകിയവർ: താത്രി ജയ ഉണ്ണികൃഷ്ണൻ, അച്ഛൻ ഉണ്ണികൃഷ്ണൻ, സ്മാർത്ഥൻ ബിജു എം സതീഷ്, കറുത്തെടുത്ത് ജഗദീഷ് ശിവൻ, വഴിപോക്കൻ സുനിൽ കതിരൂർ. താത്രിയുടെ ബാല്യം ആവണി ശ്രീകുമാർ. ആൺകുട്ടി നയന വർഗീസ്. സാങ്കേതിക സഹായം നിമൽ സ്പാർക്ക്.